ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി ചില ഗുരുതരമായ ആരോപണങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിട്ട് ഇപ്പോൾ ദിവസം 3-4 കഴിഞ്ഞു. ഇന്ന് പുറത്തു വരുന്ന അടുത്ത വാർത്ത അഹമ്മദ്, അന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന അഹമ്മദിനും ഇതിൽ ചില പങ്കുണ്ടായിരുന്നു എന്നുള്ള ചില ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. ഞാൻ ഇതിനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ആ ചോദ്യങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം ചോദിക്കാം. ആദ്യം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്, ഈ ഹിന്ദു ടെറർ എന്ന് പറയുന്ന വാക്കിന്റെ ഉപയോഗത്തെക്കുറിച്ച് RVS മണി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്തതുമായ ചില പരമാർത്ഥങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതോടൊപ്പം തന്നെ UPA സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിനകത്ത് നടന്ന ചില കളികളെക്കുറിച്ചും ഞാൻ ഇതിൽ നിങ്ങളോട് പറയാം. നിങ്ങളെല്ലാം ഇത് മറ്റു പുസ്തകങ്ങളിൽ നിന്നോ എല്ലാം വായിച്ച് ഇതിനോടകം ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അറിയാത്തവരെ സംബന്ധിച്ച് ഞെട്ടലുളവാക്കുന്ന ചില വിവരങ്ങളാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഹിന്ദു ടെറർ എന്ന് പറയുന്ന ഈ വാക്ക് അല്ലെങ്കിൽ ഈ ഒരു യൂസേജ് കോയിൻ ചെയ്യപ്പെട്ട ആ ഒരു സാഹചര്യം ഞാൻ നിങ്ങളോട് പറയാം. 2013 കാലത്ത് നടക്കുന്ന സംഭവമാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു ടെറർ എന്ന് പറയുന്ന ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ജാനുവരി 20, 2013 ജയ്പൂരിൽ നടന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ചിന്തൻ ശിബിർ. ആ ചിന്തൻ ശിബിറിൽ അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെയാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്. മാലേഗാവ് സ്ഫോടനം, അതിന്റെ പിന്നിൽ ഹിന്ദു തീവ്രവാദികൾ ആയിരുന്നു, ഹിന്ദു ടെറർ ആയിരുന്നു എന്നുള്ള റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അന്ന് അദ്ദേഹം ആദ്യമായിട്ട് തുറന്നു പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകർ പങ്കെടുത്ത ചിന്തൻ ശിബിരിലാണ്. പക്ഷേ ഈ പ്രസ്താവന ഒരു നുണയായിരുന്നു എന്നുള്ള കാര്യം മൂപ്പര് പിന്നീട് പ്രസ്താവിക്കുന്നുണ്ട്. 2013 തന്നെ ലോക്സഭയിൽ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സെഷനിൽ, അതേ വർഷം ബഡ്ജറ്റ് സെഷനിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, അന്ന് പാർട്ടി പ്രവർത്തകരെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നുള്ള കാര്യം റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, വെറുതെ പറഞ്ഞതല്ല, റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ലോക്സഭയിൽ അദ്ദേഹം എഴുതി സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പൊ എന്തിനാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്? നമുക്കറിയാമല്ലോ, RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് ഉൾപ്പെടെ, സ്വാമി അസീമാനന്ദ ഉൾപ്പെടെ, കേണൽ ശ്രീകാന്ത് പുരോഹിത് ഉൾപ്പെടെ പലരെയും ഇതിനകത്ത് പെടുത്തുന്ന, ഇന്നും മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അതാണ്. RSSന്റെ സർസംഘചാലകും അതുപോലെ അസീമാനന്ദയും ശ്രീകാന്ത് പുരോഹിതും ഇവരെല്ലാം പിന്നെ കോടതി വെറുതെ വിട്ടു. മോഹൻ ഭാഗവതിന് ഒരു കേസ് പോലും ഉണ്ടായില്ല. പക്ഷെ ഏതായാലും ഈ കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ ഈ ചർച്ചയിലേക്ക് ഈ ആളുകളുടെ പേരുകൾ വരുന്നത് ഈ ഹിന്ദു ടെറർ എന്ന് പറയുന്ന ഒരു യൂസേജ് കോയിൻ ചെയ്യുകയും അല്ലെങ്കിൽ അതിന്റെ പേരിൽ ആ രീതിയിൽ ഒരു നേരേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. എന്തിനാണ് കോൺഗ്രസ് പാർട്ടി അപ്പോൾ ഈ നുണ പറഞ്ഞത്? അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായ സുശീൽ കുമാർ ഷിൻഡെയെ കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തിനാണ് നുണ പറയിച്ചത്? കൃത്യമായിട്ട് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ തീവ്രവാദത്തെ, ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇപ്പുറത്ത് നിന്ന് മുസ്ലിമുകൾ മാത്രമല്ല ഹിന്ദുക്കളും തീവ്രവാദികളാണ് എന്നൊരു നേരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവ്വം ഇവർ ചെയ്തതാണെന്ന് സുശീൽ കുമാർ ഷിൻഡെ തന്നെ പാർലമെന്റിൽ എഴുതി കൊടുത്തു. അങ്ങനെ എഴുതി കൊടുത്തില്ല, പക്ഷെ ഈ ഹിന്ദു ടെറർ ആണ് മാലേഗാവ് ബ്ലാസ്റ്റിന് പിന്നിൽ സംഭവിച്ചത് അല്ലെങ്കിൽ നടന്നത്, അവരായിരുന്നു സൂത്രധാരന്മാർ എന്ന് ഉള്ള രഹസ്യ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കിട്ടി എന്ന് താൻ ചിന്തൻ ശിബിറിൽ പറഞ്ഞത് നുണയായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം അംഗീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പാർലമെന്റിൽ എഴുതി കൊടുത്തതാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ഇതോടൊപ്പം തന്നെ സ്വാമി അസീമാനന്ദയെ എങ്ങനെയാണ് ഈ കേസിൽ പെടുത്തിയതെന്നുള്ള അത് വേറൊരു മതഭീകരവാദ അജണ്ടയായിരുന്നു. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. അത് നമുക്ക് ഈ ഇസ്ലാമിക തീവ്രവാദമായിട്ട് ചേർത്ത് വെക്കേണ്ടതല്ല. അത് വേറൊരു മതഭീകര അജണ്ടയായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറയാം, മറ്റൊരു വീഡിയോയിൽ സാഹചര്യം വരുമ്പോൾ പറയാം. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്നത് പോലെ മുസ്ലിമുകളുടെ ഇടയിൽ നിന്ന് തീവ്രവാദ പക്ഷത്ത് നിൽക്കുന്നവരും അല്ലെങ്കിൽ രാജ്യദ്രോഹികളായ രാജ്യത്തിനെതിരെ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമുണ്ട് എന്നുള്ള ആ ഒരു ആരോപണം ഉയരുമ്പോൾ അവർ മുസ്ലിമുകൾ മാത്രമല്ല ഹിന്ദുക്കളും തീവ്രവാദികളാണ് എന്ന് സ്ഥാപിക്കേണ്ട കോൺഗ്രസിന്റെ അജണ്ട,
അതുപോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദികളെ വെള്ളപൂശാനുള്ള കോൺഗ്രസിന്റെ കുതന്ത്രം, ഇത് വ്യക്തമാക്കുന്ന ഒരു ഇന്റർവ്യൂ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പാർലമെന്റിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പാർലമെന്റിൽ പറഞ്ഞു എന്നുള്ള കാര്യം തന്നെ അദ്ദേഹം മറ്റൊരു യൂട്യൂബ് ചാനലിൽ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം പിന്നീട് കോൺഗ്രസിന്റെ ഭരണ മികവ് കൊണ്ട് നാട്ടുകാർ കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കി അവസാനം 44 സീറ്റ് കഷ്ടിച്ച് പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം പോലും രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ, കോൺഗ്രസിനില്ലാതെ നാട്ടുകാർ കോൺഗ്രസിന്റെ കരണം അടിച്ചു പോകച്ച് 2014 പുറത്താക്കി. അതിനുശേഷം സുശീൽ കുമാർ ഷിൻഡെ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വിരമിച്ചതിന് ശേഷം ശുഭാങ്കർ ദത്തയോ അങ്ങനെ എന്തോ പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഭഗ്വ ആതങ്ക്വാദ്, അതായത് ഈ കാവ്യ ഭീകരത എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, തുടക്കത്തിൽ ഹിന്ദു ആതങ്ക്വാദ് അല്ലെങ്കിൽ ഹിന്ദു ടെറർ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് വലിയ കോലാഹലം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കളെല്ലാം തീവ്രവാദികളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് അടി കിട്ടുന്നുള്ള കാര്യം മനസ്സിലായി. അവരതിനെ മാറ്റി പിന്നീട് സാഫ്രൻ ടെറർ ആക്കിയതാണ്. ഇപ്പോൾ നമ്മുടെ ചാനൽ ഡിബേറ്റുകളിലൊന്നും ഒറ്റ ഒരുത്തിനും ഹിന്ദു ടെറർ എന്ന് പറയാനുള്ള ധൈര്യമില്ല. എല്ലാവരും സാഫ്രൻ ടെറർ എന്ന് പറഞ്ഞാണ് തടി തപ്പുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സാഫ്രൻ ടെറർ എന്ന് ഉപയോഗിച്ചതെന്നാണ് ഇദ്ദേഹം ഈ ചോദ്യം ഈ ചാനലിൽ ചോദിക്കുന്നത്. ആ ചോദ്യം ഉത്തരവും കേട്ടോളൂ. जैसे भगवा शब्द सर, आप हम लोग महाराष्ट्र में बैठे हैं, अब महाराष्ट्र में शिवाजी का भी भगवा होता है, तो वाई भगवा आतंकवाद? ये मतलब भगवा को आपने कुछ, देखिए भगवा आतंकवाद उस वक्त वो जो पूछा था तो उसके बारे में वो बोल दिया था। सही बोले तो क्यों आतंकवाद शब्द लगाया मुझे पता नहीं, लगाना नहीं चाहिए। കേട്ടല്ലോ, ഈ ആതങ്ക്വാദ് അതായത് തീവ്രവാദം, ഈ സാഫ്രനോടൊപ്പം ഹിന്ദു അല്ലെങ്കിൽ സാഫ്രൻ എന്നുള്ള വാക്കിനോടൊപ്പം തീവ്രവാദം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അതായത് ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തതാണ്, ഹൈക്കമാൻഡിൽ നിന്ന് എഴുതി കൊടുത്താണ് ഇദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ സാഫ്രനൊപ്പം ഈ തീവ്രവാദം എന്നുള്ള വാക്ക് ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ലഗാന നഹി ചാഹിയേ ഥാ, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഇദ്ദേഹം തന്നെ പിന്നീട് അഡ്മിറ്റ് ചെയ്യാണ്. അപ്പോ ഇത് ഗലത് ഥാ, ഇത് തെറ്റായിരുന്നോ എന്ന് ഇദ്ദേഹം ചോദിക്കുമ്പോൾ വീണ്ടും അവിടെ ഉരുണ്ട് കളിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. ഉത്തരവില്ല. भगवा आतंकवाद शब्द ही गलत था शायद वो। भगवा टेररिस्ट ऐसा नहीं होना चाहिए, वो तो കണ്ടല്ലോ, അതാണ് കോൺഗ്രസിന് എപ്പോഴുമുള്ള പ്രശ്നമാണ്. ഹിന്ദുക്കളെ തീവ്രവാദികളാക്കി, മുസ്ലിമുകൾ അവിടെ തീവ്രവാദം നടത്തുന്നു, അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട് ഹിന്ദുക്കളെയും തീവ്രവാദികളാക്കുക, അങ്ങനെ മുസ്ലിമുകളെ സുഖിപ്പിച്ച് അവരുടെ വോട്ട് വാങ്ങുക. മമതാ ബാനർജി എന്താണ് ബംഗാളിൽ ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതുപോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിന് ബദലായിട്ട് ഒരു ഹിന്ദു തീവ്രവാദം, അങ്ങനെയാണെങ്കിലല്ലേ മീഡിയ വൺ പോലെയുള്ളവർക്കെല്ലാം എന്തെങ്കിലും ദിവസവും ചർച്ച ചെയ്ത് ഇവിടെ ഈ നാട്ടിലെ മുസ്ലിമുകളല്ല ഹിന്ദുക്കളാണ് തീവ്രവാദികളെ സ്ഥാപിക്കാൻ സാധിക്കും. അതിനുവേണ്ടി കോൺഗ്രസ് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഹിന്ദു തീവ്രവാദം എന്ന് വിശേഷിപ്പിച്ചത് തെറ്റായിരുന്നോ? ഇദ്ദേഹം പറഞ്ഞ നുണയാണെന്ന് ഇദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം അത് തെറ്റായിരുന്നോ എന്ന് ഉള്ള ചോദ്യത്തിന് പോലും ഇദ്ദേഹത്തിന് ഉത്തരമില്ല. അത് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതാണ് കോൺഗ്രസ് പാർട്ടി. ആ പാർട്ടികൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ സത്യം പറയാൻ സാധിക്കില്ല. അത് ഒന്നാമത്തെ കാര്യം. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഈ ഭഗ്വാ തീവ്രവാദം എന്നൊക്കെ പറയുന്നെങ്കിലും യഥാർത്ഥ തീവ്രവാദം എന്തായിരുന്നു? അഫ്സൽ ഗുരുവിനെ കുറിച്ച് ഇദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്താണ് അഫ്സൽ ഗുരുവിനെ സുപ്രീം കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചതും. കോൺഗ്രസ് സർക്കാരിന് മനസ്സോടെയാണെങ്കിൽ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലേണ്ടി വന്നു. അഫ്സൽ ഗുരു തീവ്രവാദിയായിരുന്നോ? ഇന്ത്യയുടെ സുപ്രീം കോടതി തീവ്രവാദിയാണെന്ന് പ്രഖ്യാപിച്ച അഫ്സൽ ഗുരു തീവ്രവാദിയായിരുന്നോ എന്നൊരു ചോദ്യം ഇദ്ദേഹം ചോദിക്കുന്നു. ഈ യൂട്യൂബർ ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഉത്തരവില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു ചിന്തിക്കണം. സുപ്രീം കോടതി തൂക്കാൻ വിധിച്ച അഫ്സൽ ഗുരു തീവ്രവാദിയായിരുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾ കേട്ടു. അഫ്സൽ ഗുരു തീവ്രവാദിയായിരുന്നു എന്ന് ഉറച്ചു പറയാനായിട്ട് അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ആരായിരുന്നു ആ സമയത്ത് രാജ്യം ഭരിച്ചിരുന്നത്? ഇങ്ങനെയുള്ള ആഭ്യന്തരമന്ത്രി ഇങ്ങനെയുള്ള പാർട്ടിയും ഭരിച്ചിരുന്ന രാജ്യത്ത് തീവ്രവാദി ആക്രമണങ്ങൾ UPA സർക്കാരിന്റെ കാലത്ത് ദിവസം തോറും നടക്കുകയായിരുന്നു. തീവ്രവാദി ആക്രമണങ്ങൾ അല്ലേ, എത്ര തീവ്രവാദി ആക്രമണങ്ങളാണ്. ഞാൻ ലിസ്റ്റ് തന്നെ എനിക്ക് കൈ കിട്ടിയത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. UPAയുടെ ഭരണകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദികളെ സംബന്ധിച്ച് പുഷ്കലകാലമായിരുന്നു. തീവ്രവാദത്തിന്റെ ഇസ്ലാമിക ഭീകരതയുടെ വസന്തകാലമായിരുന്നു അത്. 2005 ഡൽഹിയിൽ ബോംബ് ബ്ലാസ്റ്റ്, ദീപാവലിയുടെ തലേന്ന്. ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാ? കൃത്യമായിട്ട് അറിയാമല്ലോ. ദീപാവലിയുടെ തലേന്ന് 2005 ഡൽഹിയിൽ ബോംബ് ബ്ലാസ്റ്റ് 62 പേര് മരിച്ചു. 2006 വാരാണസിയിലെ സങ്കട്ട് മോചൻ
ക്ഷേത്രത്തിലെ ബോംബ് ബ്ലാസ്റ്റ്, അതും ആരെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങൾ ചിന്തിച്ചോളൂ. 28 പേര് കൊല്ലപ്പെട്ടു. 2006 തന്നെ ബോംബെയിലെ സബർബൻ ട്രെയിൻസിൽ നമുക്കറിയാലോ, പല ട്രെയിനുകളിലും പല സ്ഥലങ്ങളിലും ഒരേ സമയത്ത് സിമൾട്ടേനിയസ് ആയിട്ട് ബോംബ് ബ്ലാസ്റ്റ് നടത്തി 200-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. 2008 ഡൽഹി സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് 30 പേര് കൊല്ലപ്പെട്ടു. 2011 ബോംബെയിൽ വീണ്ടും സീരിയൽ ബോംബ് ബ്ലാസ്റ്റ്, പലതും സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് ആണ്. ഇതുപോലെ തന്നെ മറ്റൊന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടാണ് ഈ സംഝോത എക്സ്പ്രസ്, മാലേഗാവ്, മെക്ക മസ്ജിദ്, ആ സ്ഫോടനങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊന്നാണ് 2008 മുംബൈ ഭീകരാക്രമണം. താജ് ഹോട്ടലിലും അതുപോലെ ഛത്രപതി ശിവാജി ടെർമിനസ്, ബോംബെയിലെ ട്രെയിൻ സ്റ്റേഷനിലും അതുപോലെ ക്യാമ ഹോസ്പിറ്റലിലും എല്ലാം അതും ഒരേ സമയത്ത് നടന്ന തീവ്രവാദ ആക്രമണം, അല്ലെ, ഷൂട്ടിംഗ്. അന്നാണ് നമ്മുടെ ഈ അജ്മൽ കസബിനെ പിടിക്കുന്നതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇങ്ങനെയുള്ള തീവ്രവാദ ആക്രമണങ്ങളെല്ലാം നടന്നു. ഇപ്പൊ RVS മണി പറയുന്നത് ഈ ബോംബെ ഭീകരാക്രമണം, അതായത് അജ്മൽ കസബ് ഈ ആളുകളെല്ലാം വെടിവെച്ച് കൊന്നില്ലേ, അതിന്റെ എല്ലാം പിന്നിൽ കോൺഗ്രസ് ആയിരുന്നു എന്നാ പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നടന്ന് തീവ്രവാദികൾക്ക് പുഷ്കലകാലം ആവാനുള്ള കാരണം എന്തായിരുന്നു? കൃത്യമായിട്ട് ഇതുപോലെയുള്ള ആളുകളെല്ലാം ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്നത്. ശിവരാജ് പട്ടേൽ എല്ലാം ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഈ RVS മണിയുടെ പുസ്തകത്തിൽ തന്നെയുണ്ട്. ഇതുപോലെയുള്ള പാവമാണ് സുശീൽ കുമാർ ഷിൻഡെ, അദ്ദേഹത്തിന്റെ പേര് പോലെ സുശീലാണ്, നല്ല സ്വഭാവമുള്ള നല്ല മനുഷ്യനാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് പറയുന്ന അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരുമ്പോൾ തീവ്രവാദത്തിന് കൊട പിടിക്കേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇനി അടുത്തത് കേട്ടോളൂ. അഫ്സൽ ഗുരു തീവ്രവാദിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പാവം ഇദ്ദേഹം തടി തപ്പുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കൂ. आप अफजल गुरु कैसे देख रहे थे? नहीं, देखिए, हम तो सुप्रीम कोर्ट का जो ऑर्डर था वो इम्प्लीमेंट करना था, एज होम मिनिस्टर वही करना है. तो आतंकवादी थे अफजल गुरु? वो डिसीजन जो सुप्रीम कोर्ट ने ले लिया था उसका इम्प्लीमेंट मुझे करना था. सुप्रीम कोर्ट ने तो आतंकवादी मान के सिर्फ फांसी दी थी. देखिए, मेरा मुंह से ऐसा मत निकालिए, तो उसका मिस इंटरप्रिटेशन हो जाएगा. കഷ്ടം നോക്കൂ. ഇതായിരുന്നു UPA ഭരിച്ചിരുന്നപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി. രാജ്യത്തിന്റെ പരമോന്നത കോടതി തൂക്കിക്കൊല്ലാൻ എത്തിച്ച, തീവ്രവാദിയാണെന്ന് പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ എത്തിച്ച് തൂക്കിക്കൊന്ന ഒരുത്തൻ തീവ്രവാദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മിസ്ഇന്റർപ്രിറ്റേഷൻ ഉണ്ടാവുമെന്നാണ് കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രി പറയുന്നത്. എന്താണ് ആ പോസിബിൾ മിസ്ഇന്റർപ്രിറ്റേഷൻ? എന്താണ്? ഒരു മുസ്ലിം പേരുള്ള ഒരുത്തൻ തീവ്രവാദിയാണെന്ന് കോൺഗ്രസ്സുകാരന് പറയാൻ സാധിക്കില്ല. അത് മുസ്ലിമുകൾ തീവ്രവാദികളാണെന്ന് കോൺഗ്രസ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ പോലും ഉപ്പ് വെച്ച കാലം പോലെ ആയിപ്പോകും കോൺഗ്രസ് എന്നുള്ള കാര്യം സോണിയാഗാന്ധിക്ക് അന്നറിയാമായിരുന്നു. അതിന്റെ പദ്ധതിയാണ് ഈ ഹൈക്കമാൻഡിന്റെ പദ്ധതിയുടെ. ഇവരെല്ലാം വെറും പാവകളാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതാണ് ഈ കാര്യങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ എത്രമാത്രം ഭീകരമായെന്ന് നിങ്ങളും ചിന്തിക്കാം. വീണ്ടും വീണ്ടും പറയുകയാണ്, കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ് ഈ അഫ്സൽ ഗുരു തീവ്രവാദിയാണെന്ന് പോലും സമ്മതിക്കാനായിട്ട് മടിക്കുന്നത്. ആ വാക്കുകൾ കൊണ്ട് പരതുന്ന നോക്കൂ, വാക്കുകൾ കിട്ടാനായിട്ട് എങ്ങനെയൊക്കെയാണ് അത് ഊരിപ്പോരാനായിട്ട് ശ്രമിക്കുന്നത് നോക്കൂ. ഇങ്ങനെയുള്ളവരാണ് ഇത്രയും കോംപ്രമൈസ്ഡ് ആയി ഇസ്ലാമിക ഭീകരവാദികളുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന ഇത്രയും കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രാജ്യം ഭരിച്ചിരുന്നത്. അതിനുശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞ് ഈ തീവ്രവാദികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന നരേന്ദ്രമോദിയെ ഇവര് തീവ്രവാദിയാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇനി മീഡിയ വൺ ഇങ്ങനെ അടുപ്പ് കൂട്ടി ഇങ്ങനെ ഓരോ ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാം പിന്നിലുണ്ടായിരുന്ന കളികൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുകൂടി വേണ്ടിയാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പോൾ ഈ സംഭവങ്ങൾ നടന്നു. ഇത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഹിന്ദു ടെറർ എന്നുള്ള വാക്കിന്റെ പിന്നിലുള്ള കളികളാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പൊ അന്നത്തെ വിദേശകാര്യ വകുപ്പിനകത്ത് എന്തെല്ലാം കളികളാണ് നടന്നിരുന്നത് എന്നുള്ളതിന്റെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഇപ്പോ അഹമ്മദിനെ കുറിച്ചാണ് ഇദ്ദേഹം RVS മണി എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. എനിക്ക് അതിന്റെ സത്യാവസ്ഥയൊന്നും അറിയില്ല. ഞാൻ അതുകൊണ്ട് ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ എനിക്ക് ബോധ്യമില്ലാത്ത കാര്യം ഞാൻ പറയില്ല. അത് അഹമ്മദ് അങ്ങനെ ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ആരെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അഹമ്മദ് വിദേശകാര്യമന്ത്രി ആകുന്നതിന് മുൻപ് വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ഒരു മഹാനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം മലയാളിയാണ്, ശശി തരൂർ. ഇവരെല്ലാം മലയാളികളാണല്ലോ. 2014 ജാനുവരിയിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ സുനന്ദ പുഷ്കർ പരസ്യമായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ഒരു പത്രപ്രവർത്തക, അവരുടെ പേര് മെഹർ തരാർ എന്നാണ്. മെഹർ തരാർ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ പത്രപ്രവർത്തക, രണ്ടാരോപണമാണ് ഇവർ ഉന്നയിച്ച. മെഹർ തരാർ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ പത്രപ്രവർത്തക ഒന്ന് ഇവരുടെ ഭർത്താവായ ശശി തരൂരിനെ വളയ്ക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് രഹസ്യ ബന്ധം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒന്നാമത്തെ ആരോപണം. രണ്ട്, ഇവർ പറയുന്നത് ഈ മെഹർ തരാർ ISIയുടെ സ്പൈ ആണ്, പാകിസ്ഥാനിലെ ISIയുടെ സ്പൈ ആണ്. അപ്പോൾ പാകിസ്ഥാനിലെ ISIയുടെ സ്പൈ ആയ ഈ മെഹർ തരാർ മുൻ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു തന്റെ ഭർത്താവായ ശശി തരൂരിനെ വളയ്ക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ISIയും ഈ പത്രപ്രവർത്തകയും, അല്ലെങ്കിൽ അവരുടെ സ്പൈ ആണെന്ന് പറയുന്ന ഈ പത്രപ്രവർത്തകയും
വിദേശകാര്യമന്ത്രിയായിരുന്ന ശശി തരൂരും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇത് മാത്രമല്ല, സിനിമാ കഥ പോലെ വളരെയധികം സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് ഞാൻ നിങ്ങളോട്, ഒരു ടൈം ലൈൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചിന്തിച്ചിട്ടില്ലാത്തവർ ഒരുപക്ഷെ തലയിൽ കൈവച്ചു പോകും. ഇത് സിനിമാ കഥയാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു പോകും. നോക്കൂ, 2014 ജാനുവരി 15 ശശി തരൂരിനെയും മെഹർ തരാറിനെയും ചേർത്ത് ഈ ആരോപണം പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ സുനന്ദ പുഷ്കർ പോസ്റ്റ് ചെയ്യുന്നത്. സുനന്ദ പുഷ്കർ എന്നിട്ട് ആ ട്വീറ്റ് ശശി തരൂരിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നു. ശശി തരൂറിനെ പറയുന്നു, എന്റെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണ്, എനിക്കതൊന്നും പങ്കില്ല, അത് സുനന്ദ പുഷ്കർ ചെയ്തതല്ലെന്ന്. പക്ഷേ പിറ്റേന്ന് ജാനുവരി 15 ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. ജാനുവരി 16 സുനന്ദ പുഷ്കർ തന്നെ പരസ്യമായിട്ട് വന്നിട്ട് പറയുന്നു, ഞാനാണ് പോസ്റ്റ് ചെയ്തത്, ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ആയതൊന്നുമല്ല, ഞാനാണ് പോസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു. ശശി തരൂർ അന്ന് വൈകുന്നേരം പത്രസമ്മേളനം നടത്തി പറയുന്നു, സ്വന്തം ഭാര്യയായ സുനന്ദ പുഷ്കറിനെതിരെ നിയമ നടപടി, ഡിഫമേഷൻ സ്യൂട്ട്, സ്വന്തം ഭാര്യയ്ക്കെതിരെ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യുമെന്ന് ശശി തരൂർ പറയുന്നു. ജാനുവരി 16 ജാനുവരി 17 എന്താ സംഭവിച്ചത്? ഡൽഹിയിലെ ലീല പാലസ് ഹോട്ടലിലെ 345 നമ്പർ സ്വീറ്റിൽ സുനന്ദ പുഷ്കർ മരണപ്പെട്ട് കിടക്കുന്നു. ജാനുവരി 15 സുനന്ദ പുഷ്കർ ആരോപണം ഉന്നയിക്കുന്നു. ജാനുവരി 16 അവർ പറയുന്നു, ട്വിറ്റർ ഹാക്ക് ചെയ്തതൊന്നുമല്ല, ഞാൻ തന്നെയാണ് ആരോപണം ഉന്നയിച്ചത്, ഇത് എനിക്ക് വ്യക്തമായ തെളിവുകൾ വെച്ചിട്ടാണ് ഞാൻ ആരോപണം ഉന്നയിച്ചതെന്ന് പറഞ്ഞ് ശശി തരൂരും മെഹർ തരാറുമായിട്ടുള്ള രഹസ്യ സംഭാഷണങ്ങൾ പലതും അവർ പുറത്തുവിടുന്നു. ശശി തരൂർ അവർക്ക് നിയമ നടപടി എടുക്കുമെന്ന് ജാനുവരി 16 ഭീഷണിപ്പെടുത്തുന്നു. ജാനുവരി 17 അവരുടെ മൃതദേഹം ഡൽഹിയിലെ ഹോട്ടലിൽ കാണപ്പെടുന്നു. ഈ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തതിന് ശശി തരൂർ ആണെന്ന് കൂടി ഓർക്കണം. ഇവർ ഒരുമിച്ച് പിണങ്ങി മാറി താമസിച്ചൊന്നുമല്ല. ശശി തരൂരിന്റെ ഔദ്യോഗിക വസതിക്ക് മോടി കൂട്ടാനായിട്ട് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അത് അടച്ചിട്ടിരുന്ന സമയത്ത് ഇവര് ശശി തരൂരും ഭാര്യയും താമസിച്ചിരുന്നതാണ് മുറിയിൽ. അന്ന് രാവിലെ വരെ ശശി തരൂർ ആ മുറിയിലുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് പോയതിനു ശേഷമാണ് ഇവര് ആത്മഹത്യ ചെയ്തെന്ന് ഇപ്പൊ പറയുന്നു, കൊല്ലപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് പോകും, ഞാനും എന്റെ ഭാര്യയും കൂടെ ഒരു മുറി എടുക്കുന്നു, എന്റെ പേരിൽ മുറി എടുക്കുന്നു, ഞാൻ പുറത്തേക്ക് പോകുന്നു, ഭാര്യ മരണപ്പെട്ട രീതിയിൽ കൊല്ലപ്പെട്ട രീതിയിൽ കിടക്കുന്നു, ഞാൻ പിന്നെ വെളിച്ചം കാണുമോ? ഇതിന്റെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടെത്തുന്നത് വരെ ഞാൻ അഴിയണം, അല്ല ഞാൻ കൊന്നില്ലെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശശി തരൂർ പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് 3 തവണ അദ്ദേഹം MP ആയി ഈ രാജ്യം. ഇതൊക്കെയാണ് ഈ രാജ്യം നടക്കുന്നത്. ഇപ്പോഴും പലപ്പോഴും ശശി തരൂർ എന്തുകൊണ്ടാണ്, നിങ്ങൾ ചിന്തിച്ചറിയാം, എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാരെല്ലാം നരേന്ദ്രമോദിയെ തെറി വിളിക്കുമ്പോൾ ശശി തരൂർ നരേന്ദ്രമോദിയെ തെറി വിളിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശശി തരൂർ പലപ്പോഴും മോദി സർക്കാരിന്റെ ഉള്ള കാര്യം സത്യമാണ്, മോദി സർക്കാരിന്റെ നേട്ടങ്ങളെ ഗുണഗണങ്ങളെ പറ്റി വാഴ്ത്തുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഒരു പക്ഷേ ഞാൻ സംശയിക്കുന്നു ശശി തരൂരിന്റെ കഴുത്ത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കക്ഷത്തിൽ തന്നെയാണ് ഇപ്പോഴും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ. ഈ ശശി തരൂരിന് ഇവിടെയുള്ള കേരളത്തിലെ മതേതരന്മാർ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്, നടക്കട്ടെ, അദ്ദേഹം കൊന്നോ ഇല്ലയോ ഒന്നും പറയാം. പക്ഷേ ഈ പറയുന്ന ചെയിൻ ഓഫ് ഇവന്റ്സ് നിങ്ങൾ ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇത് ശശി തരൂരിന്റെ കഥ മാത്രമല്ല, പിന്നീട് മോദി സർക്കാരിലെ ഒരു മന്ത്രിയായിരുന്ന MG അക്ബറിനെ ഇതേ രീതിയിൽ കൊടുക്കാൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തിന്റെ പേരിൽ പിന്നീട് വന്ന ഒരു മീറ്റു ആരോപണം എന്നൊരു ആരോപണം കേൾക്കുന്നുണ്ട്. തെളിവ് എന്റെ കയ്യിലില്ല, പക്ഷെ ഇതെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് സംശയിക്കാവുന്ന മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ അവസാനമായിട്ട് ഞാൻ ആദ്യം ചോദിച്ച 2 ചോദ്യങ്ങൾ, ആ 2 ചോദ്യങ്ങൾ ഞാൻ അവസാനം ചോദിക്കാന്ന് പറഞ്ഞില്ല, ആ 2 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നു. ഈ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാരായ സോണിയാഗാന്ധി ഉൾപ്പെടെ, സുശീൽ കുമാർ ഷിൻഡെ ഉൾപ്പെടെ, ശിവരാജ് പട്ടേൽ ഉൾപ്പെടെ, P ചിദംബരം ഉൾപ്പെടെ, ദിഗ്വിജയ് സിംഗിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ദിഗ്വിജയ് സിംഗ് ആരാണ്? നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ഭീകരത സൃഷ്ടിച്ചുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ എല്ലാം മതം മാറ്റാനായിട്ട് കൊട്ടേഷൻ എടുത്തിട്ടുള്ള ഒരുത്തൻ മലേഷ്യയിൽ പൊളിച്ച് താമസിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ജിഹാദികളെ എങ്ങനെയാണ് എപ്പോൾ അവരുടെ തലയിൽ ഇങ്ങനെ മതം കുത്തിവെച്ച് ഒരു കാലം വരെ, ഇപ്പോൾ നിവൃത്തിയില്ല, കാരണം ഇന്ത്യയിലേക്ക് കടക്കാൻ നിവൃത്തി, കയറി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. ജാക്കിർ നായിക്കിന്റെ കാര്യം പറയുന്നത്. അങ്ങനെയുള്ള ജാക്കിർ നായിക്കിനെ ഇന്ത്യയിലെ മതതീവ്രവാദവും മതപരിവർത്തനവും അതിന്റെ കിങ് പിൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജാക്കിർ നായിക്കിന്റെ സ്വന്തം ആളാണ് ദിഗ്വിജയ് സിംഗ്. ജാക്കിർ നായിക്കിനെ ഒരിക്കൽ ദിഗ്വിജയ് സിംഗ് വിശേഷിപ്പിച്ചത് എന്താ? അംബാസഡർ ഓഫ് പീസ്. ഈ സുശീൽ കുമാർ ഷിൻഡെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് കേട്ടോ ജാക്കിർ നായിക്കിനെ IPSകാർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് സർദാർ പട്ടേൽ ട്രെയിനിങ്ങിൽ കൊണ്ടുവന്നിട്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, പ്രൊബേഷനിലുണ്ടായിരുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ജാക്കിർ നായിക്കിനെ കൊണ്ടുവന്നത് ഈ സുശീൽ കുമാർ ഷിൻഡെയാണ്. എന്തിനാണ്? ഇസ്ലാമിക തീവ്രവാദികളെ സഹായിക്കാനും അവരെ വെള്ളപൂശാനും മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടി.
നോക്കൂ കോൺഗ്രസ് എന്തെല്ലാം വൃത്തികേടുകളാണ് ചെയ്തതെന്ന്, അതവിടെ വെക്കട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള സാക്കിർ നായക്കിന്റെ സ്വന്തക്കാരനായ അംബാസിഡർ ഓഫ് പീസ് എന്ന് പറയുന്ന ഈ ഭീകരവാദി അംബാസിഡർ ഓഫ് പീസ് എന്ന് സംബോധന ചെയ്ത ദിഗ്വിജയ് സിംഗ്, ഇങ്ങനെയുള്ള പലരുടെയും പേര് ഈ ഹിന്ദു ടെറർ, ദ മിത്ത് ഓഫ് ഹിന്ദു ടെറർ എന്ന് പറയുന്ന RVS മണിയുടെ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകം ഇറങ്ങുന്ന 2018 ഇപ്പോൾ വർഷം 8 കഴിഞ്ഞു. ഇതുവരെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ കോൺഗ്രസ് പാർട്ടിയോ RVS മണിക്കെതിരെ കേസ് കൊടുത്തോ? ഡെഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തോ? മാനനഷ്ടത്തിന് കേസ്, ഇവർക്ക് മാനം ഇല്ലാഞ്ഞിട്ടാണോ ഇനി ഫയൽ ചെയ്യാത്തത്? എനിക്കറിയില്ല. എന്തുകൊണ്ട് ഫയൽ ചെയ്തില്ല? ഉത്തരം കൃത്യമാണ്. ഡെഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി സോണിയാഗാന്ധി, ഇപ്പോതാ ഈ പി ചിദംബരം അല്ലെങ്കിൽ സുശീൽ കുമാർ ഷിൻഡെ ഇവരുടെ എല്ലാം കൂട്ടുകച്ചവടം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇനിയിപ്പോ UPയുടെ ചെയർപേഴ്സൺ ആയിരുന്ന സോണിയാഗാന്ധിയും അവരുടെ മകനായ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പല കൂട്ടുകച്ചവടങ്ങളും പുറത്തു വരും. ഇദ്ദേഹം എടുത്ത് പുറത്തിടും. ഇദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാ നോട്ട്സും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതെടുത്ത് പുറത്തിടുന്നുള്ള ഭയമല്ലേ ഇവരെ ഭരിച്ചിരുന്ന? അല്ലെങ്കിൽ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? ഒന്നാമത്തെ ചോദ്യം. ഇതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യമുണ്ട്. ഇപ്പൊ ഈ RVS മണി ഈ വിവരം പുറത്തു പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ 5-6 വർഷം മുമ്പ് കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുള്ളതാണ് 2018. ഞാൻ കോവിഡ് കഴിഞ്ഞ സമയത്താണ് ഈ പുസ്തകം വായിച്ചത്. 2021-ലോ 22-ലോ വല്ലതായിരിക്കും. അതുമുതൽ വടക്കേ ഇന്ത്യയിലെ പല യൂട്യൂബ് ചാനലുകളിലും ഇദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മലയാളികൾക്ക് ഇപ്പൊ 4 ദിവസം മുമ്പ് ഈ സംഗതി ജനം TV പുറത്തെടുത്തിട്ടുള്ളൂ. അതിനുശേഷം ദിവസം 4 കഴിഞ്ഞു. കേരളത്തിലെ വടക്കേ ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചോ, UPയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഈ ബിനോക്കുലേഴ്സ് വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്ന കേരളത്തിലെ മതേതര പുരോഗമന ഫാഷിസ്റ്റ് വിരുദ്ധ വേഷം കെട്ടിയ നമ്മുടെ മാധ്യമങ്ങളുണ്ടല്ലോ, അവരാരും കാമാന്നോ രക്ഷം വേണ്ടിയിട്ടല്ലോ. അല്ലെങ്കിൽ നോക്കൂ, ഈ രാവിലെ നമ്മുടെ പവൻ ഖേരയ്ക്ക് ഭാര്യ ചായ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പഞ്ചസാര കുറഞ്ഞു പോയി അല്ലെങ്കിൽ കടുപ്പം കൂടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ട്വിറ്ററിൽ കയറി നരേന്ദ്രമോദിയെ തെറി വിളിക്കുന്നവനാണ് ഈ പവൻ ഖേര. ആ പവൻ ഖേരയുടെ വാർത്താ സമ്മേളനം വെച്ചിട്ട് മീഡിയ വൺ ഉൾപ്പെടെയുള്ള മതേതര മാധ്യമങ്ങൾ ഇവിടെ 2-3 ദിവസം ഡിബേറ്റ് നടത്തും. മീഡിയ വണ്ണിന്റെ അടുപ്പ് കൂട്ടി ചർച്ചയിൽ എത്ര ദിവസമാണ് അവർ അർജന്റീനയ്ക്ക് ഒപ്പം ചേർന്ന് റഫറി ഈജിപ്തിനെ പറ്റിച്ചു എന്ന് പറഞ്ഞ് 2-3 ദിവസം അവിടെ ചർച്ച നടത്തി. ഈ വിഷയമൊന്നും രാജ്യസുരക്ഷയെ പറ്റി ബാധിക്കുന്ന, കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ വിഷയം വന്നിട്ട് ദിവസം 4 കഴിഞ്ഞു. ഒറ്റ ഒരുത്തനും ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് എല്ലാം കഴിഞ്ഞ ഒരാഴ്ചത്തെ ഈ മെയിൻ സ്ട്രീം ചാനലുകളുടെ എല്ലാം ഞാൻ ചർച്ചകൾ നോക്കി. ഒറ്റ ഒരുത്തനും ഇതുവരെ ചർച്ച ചെയ്തില്ല. ജനം TV അല്ലാതെ ആരും മിട്ടുന്നില്ല. അല്ലെങ്കിൽ പിന്നെ പല പ്രൈവറ്റ് യൂട്യൂബേഴ്സ് ആയിരിക്കും പറയുന്നത്. എന്തുകൊണ്ട് ഇവരിത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു? ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക തീവ്രവാദികൾ വെട്ടിലാവുന്ന അല്ലെങ്കിൽ മുസ്ലിമുകളുടെ ഇടയിലെ തീവ്രവാദികൾ വെട്ടിലാവുന്ന എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ മതേതരന്മാർ വായടയ്ക്കും. അവർ മറ്റു പല വിഷയങ്ങളുമായിരിക്കും ചർച്ച ചെയ്യുന്നത്. ഇനി ഇതോടൊപ്പം എനിക്ക് വേറൊരു സംശയം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ മതേതര പുരോഗമന മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് എന്നുള്ളതിനുള്ള ഉത്തരം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി RVS മണിക്കെതിരെ നിയമ നടപടി എടുക്കാത്തത് എന്നുള്ളതിന് ഒരു ഉത്തരവും കൂടിയുണ്ട്. ഇന്നിപ്പോ അഹമ്മദിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇനി ഇതിനെതിരെ വല്ല നിയമ നടപടിക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ RVS മണി ഓൾറെഡി പുറത്ത് പറഞ്ഞിട്ടുള്ള ആക്ഷേപത്തിനെതിരെ എന്തെങ്കിലും നിയമ നടപടിക്ക് കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വിഷയം കേരളത്തിലെ മതേതര പുരോഗമന മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഇനി അടുത്തതായിട്ട് RVS മണി അഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എടുത്തിട്ടാലോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഇവരിപ്പോൾ സംസ്കരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റുണ്ടോ? ഇപ്പൊ എന്തായാലും ഇതൊന്നും ഇല്ലാതെ ഇപ്പൊ ഇവര് മൂടി വെക്കാൻ ശ്രമിച്ചിട്ടും കാര്യം ഉണ്ടായാലേ അഹമ്മദിന്റെ വിഷയം എടുത്ത് ഇവർ പുറത്തിട്ടു, അത് വേറെ കാര്യം. പക്ഷേ ഇനി അഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഇനി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി തൽക്കാലം ഇങ്ങനെ ഒഴിവാക്കാനായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? അറിയില്ല. നമുക്കറിയാമല്ലോ, കേരളത്തിലെ പുരോഗമന മാധ്യമങ്ങളുടെ ഒരൊറ്റ അജണ്ടയല്ലേ ഉള്ളൂ. ഹിന്ദുക്കളെല്ലാം തീവ്രവാദികളാണ്, ഹിന്ദുക്കളാണ് ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് സവർണ്ണ ഹിന്ദുക്കളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വെടിവെച്ച് കൊല്ലണം, ഇങ്ങനെയുള്ള അഭിപ്രായമാണ് ഇവർക്കുള്ളത്. മാത്രമല്ല BJPക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഹിന്ദുത്വ പക്ഷത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനം ആയേക്കാമോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതി ഇൻഡയറക്ട്ലി എങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സഹായം ആയേക്കാമോ എന്ന് സംശയം വരുന്ന ഒരു വിഷയം ഇവർ ചർച്ച ചെയ്യില്ല. ഇവരുടെ പരിപാടി ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ വെള്ളപൂശൽ മാത്രമാണ്. ഞാൻ എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിവ് സഹിതം ഇപ്പോൾ കാണിച്ചു തന്നു കഴിഞ്ഞു. അപ്പൊ ഈ 2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി നിയമ നടപടി എടുത്തില്ല RVS മണിക്ക് എതിരെ? എന്തുകൊണ്ട് കേരളത്തിലെ മതേതര പുരോഗമന മാധ്യമ ഉഡായിപ്പുകൾ അല്ലെ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികൾ എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല? നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, സ്വബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് കണ്ടുപിടിക്കാവുന്ന ഉത്തരമേ ഉള്ളൂ. എന്നെ ഇവിടെ ഇസ്ലാമിക തീവ്രവാദികളുടെ ഏജന്റുമാർ വന്നിട്ട് അല്ലെങ്കിൽ അവരെ വെള്ളപൂശാൻ വരുന്നവർ ഇവിടെ വന്നിട്ട് എന്നെ പച്ചത്തറി വിളിക്കും. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇവന്റെ ഒന്നും കോമന്റ് എനിക്ക് പ്രശ്നമല്ല. ഇവനൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനിയുള്ള കാലം
ജിഹാദികൾക്ക് കൊടപിടിക്കുന്നവർക്കും അതുപോലെ തന്നെ അത് വച്ചിട്ട് രാജ്യത്തെ തീരെഴുതി കൊടുക്കാനായിട്ട് രാജ്യത്തെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവർക്കും എതിരെ ഞാൻ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അത് ആർക്കും തടയാൻ സാധിക്കില്ല. താങ്ക് യു. ജയ് ഹിന്ദ്.